ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. സ്നേഹം നിറഞ്ഞവരെ, പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താരയിൽ കേൾക്കുന്ന ഓരോ സാക്ഷ്യവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവിൻ്റെ കൃപയുടെ സാന്നിധ്യം കൃപാസനത്തിലുണ്ട് എന്നുള്ളതാണ്. ഇന്നേ ദിവസം സിമി എന്ന സഹോദരി നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോഴും ഈ ഒരു വലിയ തിരിച്ചറിവ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആഴത്തിൽ പരിശുദ്ധ അമ്മ വെച്ച് നീട്ടുകയാണ്. സാക്ഷ്യം ആരംഭിച്ചപ്പോൾ ഈ സഹോദരി പറഞ്ഞു, ആദ്യം കൃപാസനത്തിൽ വിശ്വാസമില്ലായിരുന്നു. എന്നോട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് എൻ്റെ അമ്മ പറഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചില്ല. എന്നാൽ സാക്ഷ്യം അവസാനിക്കുമ്പോൾ ഈ സഹോദരി പറയുകയാണ്, പിന്നീട് ഞാൻ പരിശുദ്ധ അമ്മയുടെ ഒരു പ്രേക്ഷിതയായിട്ട് മാറുകയാണ്. പരിശുദ്ധ അമ്മ വഴിയായിട്ട് ത്രിയേക ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുന്ന ഒരു തലത്തിലേക്ക് ഉടമ്പടി ജീവിതം വഴിയായിട്ട് ഉയർത്തപ്പെട്ടു എന്ന്. സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ, ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ, ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണമെന്ന് കൃപാസനത്തിലെ ഉടമ്പടി പ്രാർത്ഥന നമ്മളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളെ ഓരോരുത്തരെയും ജീവിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. ദൈവിക സാന്നിധ്യം തുളുമ്പുന്ന ഈ ആലയത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ത്രിയേക ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ